الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സുബ്ഹാനല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതുപോലെ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഇഹലോകത്ത് നൽകിയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അത് വളരെ പരിമിതമാണ്. വളരെ കുറഞ്ഞ കാലത്തേക്കാണ് റബ്ബ് നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉത്ബോധപ്പെടുത്തുകയുണ്ടായി. കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. നീ ഈ ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഒരു അപരിചിതനെ പോലെ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. നമ്മൾ ആഖിറത്ത് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹ് നമ്മളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് നമ്മൾ ഏതൊരു അർത്ഥത്തിലാണ് പ്രവർത്തിക്കുന്നത്, അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവന്റെ ത്വാഅത്തിലാണോ നമ്മൾ മുന്നേറുന്നത്, അതല്ല അവന്റെ വിധിവിലക്കുകളെ ലംഘിച്ചുകൊണ്ട് അവന്റെ മാസിയത്തിലാണോ നാം ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാനാണ്. ആ യാത്രക്കിടയിലുള്ള ഒരു ചെറിയ വിശ്രമ കേന്ദ്രമാണിത്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിനോട് അള്ളിപ്പിടിക്കുവാനോ അല്ലെങ്കിൽ ഈ ദുനിയാവ് നമ്മുടെ കേന്ദ്രമായിട്ടുള്ള ആഗ്രഹമായി മാറുവാനോ ദുനിയാവിന് വേണ്ടി നാം നമ്മുടെ ആഖിറത്തിനെ ബലി കൊടുക്കുവാനോ പാടില്ല എന്നുള്ളതാണ്. ഈ യാത്ര സഹോദരന്മാരെ എവിടെ ചെന്നാണ് അവസാനിക്കുക? എന്നാണ് ഇതിലൊരു അന്ത്യം വരിക? മരണം എന്നാണ് നമ്മളെ കണ്ടുമുട്ടുക എന്നുള്ളത് ഒരു മനുഷ്യനും കണക്ക് കൂട്ടാൻ സാധിക്കാത്ത കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈകളിലാണ്. ഒരർത്ഥത്തിലും മനുഷ്യന്
അത് അറിയുവാനോ അതിലേക്ക് എത്തി നോക്കുവാനോ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അറിയണം ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ പക്കലാണ്. വയനസിലുൽ ഗൈസ, മഴ പെയ്യിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ടുള്ള മഴ പെയ്യിപ്പിക്കുന്നത് അത് അള്ളാഹുവിന്റെ മാത്രം അറിവനുസരിച്ചാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങൾക്കുള്ളിൽ എന്താണ് വളരുന്നതെന്ന് അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ, ഒരാത്മാവിനും അവൻ നാളെ എന്ത് കരസ്ഥമാക്കുമെന്ന്, അവൻ നാളെ എന്ത് സമ്പാദിക്കുമെന്ന് അറിയാൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. തുടർന്ന് പറയുന്നു, വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, ഒരാത്മാവിനും ഏത് ഭൂമികയിൽ വെച്ചാണ് അവന്റെ അന്ത്യമെന്ന് കണക്ക് കൂട്ടാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെയാണ് സഹോദരന്മാരെ മരണത്തെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതിന്റെ, മരണത്തെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കേണ്ടതിന്റെ അനിവാര്യത നമുക്ക് മനസ്സിലാകുന്നത്. പ്രവാചകൻ പറയുന്നത് പോലെ അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത് എന്നാണ്. പ്രവാചകൻ പറയുന്നത് നിങ്ങൾ മരണത്തെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണമെന്നല്ല, പകരം നിങ്ങൾ ആനന്ദങ്ങളെ തച്ചു തകർക്കുന്ന, ആസ്വാദനങ്ങളെ തുടച്ചു നീക്കുന്ന ഒരു മരണം നിങ്ങൾക്ക് വരാനുണ്ട്. ആ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ മരണം ഏത് സമയത്തും പിടികൂടാമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിന് വലിപ്പച്ചെറുപ്പമില്ല. ധനികനെന്നോ ദരിദ്രനെന്നോ അത് നോക്കുകയില്ല. സമൂഹത്തിലെ മാന്യനെന്നോ നീചനെന്നോ അത് പരിഗണിക്കുകയില്ല. മാത്രമല്ല അത് ഏത് കാലത്ത് വന്നെത്തുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനോ അറിയാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ബഹുമാന്യനായ സഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ അസ്ബഹ്ത ഫലാ തൻതദിൽ മസാ, നീ ഒരു പ്രഭാതം നിന്റെ മേൽ പുലർന്നാൽ, നീ ഒരു പ്രഭാതത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കരുത്. ഒരു സന്ധ്യ നിനക്ക് വന്നെത്തുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ വഇദാ അംസൈത, നീ ഒരു സന്ധ്യാവേളയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു സന്ധ്യാവേളയിൽ നിനക്ക് ജീവനുണ്ടെങ്കിൽ അടുത്തൊരു പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കരുത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ നിത്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ഉറക്കം എന്ന് പറയുന്നത്, നമ്മൾ നിത്യമായിട്ട് ഉറങ്ങുന്ന മനുഷ്യരാണ്. ചിലർ കുത്തുവക്കടയിൽ ഉറങ്ങും, ചിലർ ക്ലാസ്സിൽ കിടന്നുറങ്ങും, ചിലർ ഉച്ചയ്ക്ക് ശേഷം കൈലൂല ചെറിയ ഉറക്കത്തിന് വേണ്ടി സമയം ചെലവഴിക്കും. രാത്രി നമ്മൾ എല്ലാവരും ഉറങ്ങും. ഈ ഉറക്കത്തെ കുറിച്ച് റബ്ബ് എന്താണ് നമ്മളോട് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിൽ പറയുന്നുണ്ട്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വന്നെത്തിയാൽ ആ ആത്മാക്കളെ പിടിച്ചു വെക്കുമെന്നുള്ളതാണ്. വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ, ഇനി മരിക്കാത്ത ആത്മാക്കൾ ഉണ്ടല്ലോ, അവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കത്തിൽ പിടിച്ചു വെക്കുമെന്നാണ്. എന്നിട്ട് രണ്ട് ചോയ്സുകളിൽ ഒരു ചോയ്സ് അവർ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഫയുംസികുല്ലതി ഖദാ അലൈഹൽ മൗത്ത്, ആ ഉറക്കത്തില് ഏത് ആത്മാവിനാണോ അല്ലാഹ് മരണം വിധിച്ചിട്ടുള്ളത് ആ ആത്മാക്കളെ അല്ലാഹ് അവിടെ തന്നെ പിടിച്ചു വെക്കും. വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മ, മറ്റ് ആത്മാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചിതമായിട്ടുള്ള ഒരു കാലയളവിന് വേണ്ടി, വളരെ തുച്ഛമായിട്ടുള്ള ഒരു കാലയളവിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, എത്രത്തോളം നമ്മൾ ജാഗ്രതയോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതെന്ന് നമ്മൾ ഓർത്തു നോക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങുന്ന ഉറക്കം പോലും നമ്മുടെ മരണത്തിന്റെ ജീവിതത്തിന്റെ ഇടയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉറക്കമുണരുമ്പോ നമ്മളോട് എന്ത് പ്രാർത്ഥിക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, ഞങ്ങളെ മരണത്തിന് ശേഷം ജീവിപ്പിച്ച റബ്ബിനാകുന്നു സ്തുതി എന്നാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ മരിച്ചു കിടക്കുകയായിരുന്നു. റബ്ബിന് വേണമെങ്കിൽ അവിടെ തന്നെ നമ്മുടെ മരണം വിധിച്ചുകൊണ്ട് നമ്മളവിടെ പിടിച്ചു വെക്കാമായിരുന്നു. എന്നാൽ റബ്ബ് നമ്മളെ പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്തിനാണ് പറഞ്ഞയച്ചത്? നമ്മൾ ഈ ലോകത്ത് കുറച്ചുകൂടി സമയം ചെലവഴിച്ചുകൊണ്ട്, കുറച്ചുകൂടി നേരം റബ്ബിന്റെ താവത്തിൽ മുഴുകിക്കൊണ്ട്, റബ്ബ് കൽപ്പിച്ച പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട്
തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിനോട് ജ്ഞാനത്തിന് വേണ്ടി തേടിക്കൊണ്ട് അങ്ങനെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് റബ്ബ് നമുക്ക് സമയം നൽകിയിട്ടുള്ളത്. സഹോദരന്മാരെ, നമ്മൾ ഈ കാര്യമാക്കി എടുക്കാത്ത ഈ മരണമുണ്ടല്ലോ, അത് സലഫു സ്വാലിഹീങ്ങളും സ്വഹാബികളും എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടിരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. മഹാനായ പണ്ഡിതൻ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരിക്കൽ ഒരു ജനാസ മറവ് ചെയ്തതിനു ശേഷം അതിന്റെ സമീപത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ തന്റെ വലതുവശത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, അതറാഹു ലൗ റജഅ ഇല ദുനിയ മാദാ സയഫഅൽ. ഹേ മനുഷ്യ, ഈ ഖബറിൽ കിടക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അവൻ എങ്ങാനും ഈ ദുനിയാവിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവൻ എന്താകും പ്രവർത്തിക്കുക, അവൻ എന്താകും ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ മറുപടി പറഞ്ഞു, യസ്തഗ്ഫിറു വയുസല്ലി വയതസവ്വദു മിനൽ ഖൈർ. അവൻ പാപമോചനം തേടും, അതുപോലെ തന്നെ അവൻ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കും, നന്മയിൽ നിന്ന് അവൻ സ്വരുക്കം കിട്ടുമെന്നാണ്. ഇത് കേട്ട ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഹുവ ഫാതതുഹു. നിന്റെ മുന്നിൽ ഖബറിൽ കിടക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അവൻ ഈ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, അവൻ ഇനി ഒരു അവസരം ലഭിക്കാനില്ല. ഫലാ തഫൂതുക അൻത. എന്നാൽ നീ ഉണ്ടല്ലോ, സഹോദരന്മാരെ, നമ്മളുണ്ടല്ലോ, നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നീ ഒരിക്കലും ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ സ്വഹാബി, ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ മരണവേളയിൽ ഇങ്ങനെ കരയുകയാണ്. അപ്പൊ കൂടെയുള്ള അനുചരന്മാർ ചോദിച്ചു, അല്ലയോ അബൂ ഹുറൈറ, താങ്കൾ എന്തിനാണ് കരയുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ കോർത്തിടണം. അദ്ദേഹം പറഞ്ഞു, അബ്കി ലിബുഅദി സഫർ വഖില്ലത്തി സാദ്. ഞാൻ കരയാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, എന്റെ മുന്നിലുള്ള യാത്ര എന്ന് പറയുന്നത് മരണത്തോടു കൂടി തുടങ്ങി അന്ത്യനാളിൽ അവസാനിക്കുന്ന ഈ യാത്ര എന്ന് പറയുന്നത് കഠിനമാണ്, അത് പ്രയാസങ്ങൾ നിറഞ്ഞതാണ്, അതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്റെ മുന്നിൽ ബർസഖിയായിട്ടുള്ള ഒരു നീണ്ട ജീവിതം കിടക്കുന്നുണ്ട്. എന്നാൽ എന്റെ കയ്യിലോ എന്റെ കയ്യിലുള്ള പാതയം എന്ന് പറയുന്നത്, ഞാൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള അമലുകൾ എന്ന് പറയുന്നത്, എന്റെ കയ്യിലുള്ള സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ സ്വഹാബി പറയുമ്പോ, നമ്മുടെയൊക്കെ ജീവിതത്തില്, നമ്മളൊക്കെ മരണവേളയില് എന്തായിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക, നമ്മുടെ കയ്യിലുള്ള പാതയം എന്താണ് എന്ന് നമ്മൾ ഓർത്തു നോക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ടല്ലോ, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങൾ സ്വരുക്കൂട്ടി വെക്കുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക എന്നാണ്. ശബാബക ഖബ്ല ഹറമിക്. നിനക്കൊരു വാർദ്ധക്യം വന്നു ഭവിക്കാനുണ്ട്. എന്റെ മുന്നിൽ ഇരിക്കുന്ന യുവാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഒരു വാർദ്ധക്യം വന്ന് ഭവിക്കാനുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള ഈ യുവത്വം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിന്റെ രോഗാവസ്ഥക്ക് മുമ്പുള്ള നിന്റെ ആരോഗ്യം, അത് നീ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ കൂടെ കളിച്ച് നടന്നിരുന്ന, നമ്മുടെ കൂടെ ജുമാക്ക് പങ്കെടുത്തിരുന്ന, നമസ്കാരത്തിന് തോളോട് തോട് ചേർന്ന് നമസ്കരിച്ചിരുന്ന പലരും ഇത് രോഗശൈലിയിൽ കടക്കുന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് നാളെ നിനക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ഭവിക്കും. അതിനു മുമ്പ് നീ നിന്റെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക. നിന്റെ കയ്യിൽ ഇപ്പോൾ സമ്പത്ത് ഉണ്ടാകും, ദശലക്ഷങ്ങൾ ഉണ്ടാകും, എന്നാൽ ഏതവസ്ഥയിലും നിനക്ക് ദാരിദ്ര്യം വന്നു ഭവിക്കാം. ആ ദാരിദ്ര്യത്തിന് മുമ്പ് നിന്റെ കയ്യിലുള്ള സമ്പത്തിനെ നീ ഉപയോഗപ്പെടുത്തുക, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ നീ ചെലവഴിക്കുക. നിനക്ക് തിരക്ക് വരുന്നതിന് മുമ്പ് നിന്റെ കൈവശമുള്ള ഒഴിവ് സമയങ്ങൾ നീ ഉപയോഗപ്പെടുത്തുക. ഏറ്റവും അവസാനമായി കൊണ്ട് നിനക്കൊരു മരണം വന്ന് ഭവിക്കാനുണ്ട്. നിന്റെ മേൽ അള്ള എഴുതപ്പെട്ടിട്ടുള്ള, അള്ള എഴുതി വെച്ചിട്ടുള്ള ഒരു അജൽ വരാനുണ്ട്. ആ അജലെങ്ങാനും വന്നെത്തിയാൽ അതൊരു അണുമണി തൂക്കം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കുകയില്ല എന്ന് റബ്ബ് പറയുമ്പോ, ആ അജലിന് മുമ്പ് നീ നിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയുന്നത്. സഹോദരന്മാരെ, നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ ഇങ്ങനെ ചെയ്തു വെച്ചില്ലെങ്കിൽ, തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുകയില്ലെങ്കിൽ നമുക്ക് എന്താണ് നഷ്ടം വരാനുള്ളത്? എന്ത് നഷ്ടമായിരിക്കും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക?
എന്ന് നമ്മളൊന്നൊരു ആലോചിച്ച് നോക്കുക. നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ കൈവശം എന്താണ് ഉണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരെങ്ങനെയായിരിക്കും? ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. അവരുടെ അടുത്തേക്ക് മരണം ഇങ്ങനെ വന്നെടുക്കുമ്പോ അവർ റബ്ബിനോട് കേഴുമെന്നാണ്. ഖാല റബ്ബി ഇർജിഊൻ, റബ്ബേ ഞങ്ങളെ ഒന്ന് മടക്കി തരണമേ, ഞങ്ങളെ ഒന്ന് ജീവിതത്തിലേക്ക് മടക്കി തരണമേ. ലഅല്ലി അഅമൽ സാലിഹൻ ഫീമാ തറക്, ഞാൻ ഉപേക്ഷിച്ച കുറെ കർമ്മങ്ങളുണ്ട് റബ്ബേ, ഞാൻ നഷ്ടപ്പെടുത്തിയ കുറെ നല്ല കാര്യങ്ങളുണ്ട് റബ്ബേ, അതൊക്കെ ഞാൻ ഒന്ന് ചെയ്ത് വീട്ടിക്കൊള്ളാം എന്ന് പറയുമ്പോൾ റബ്ബ് പറയും കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും വർത്തമാനമാണ് കേട്ടോ. അവനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവന് ഞാൻ 40, 60, 80 വയസ്സ് നൽകി, അത്രയും ദീർഘമായിട്ടുള്ള ആയുസ് നൽകിയിട്ടും അവൻ എന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിക്കാനോ എന്നോടൊന്ന് ചോദിക്കാനോ അവൻ മനസ്സ് വന്നില്ലെങ്കിൽ എങ്ങനെയാണ് കുറഞ്ഞ നിമിഷം കൊണ്ട് അവൻ ചോദിക്കുന്ന റബ്ബ് തിരിച്ചു പറയുന്ന ഒരു സന്ദർഭം നമ്മൾ നോക്കിക്കൊള്ളുക സഹോദരന്മാരെ. ഈ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജനാസ ഖബറടക്കിയ ശേഷം അതിന്റെ അടുത്ത് നിന്ന് കരഞ്ഞിട്ട് ഹത്താ ബല്ലസറ എന്നാണ്, മണ്ണ് നനയുന്നത് വരെ കരഞ്ഞു എന്നാണ്. എന്നിട്ട് തന്റെ സഹാബാക്കളും ഒക്കെ റസൂൽ പറഞ്ഞു ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക്, ഇതേപോലെയുള്ള ഒരു അവസ്ഥയിൽ നാളെ നിങ്ങൾക്ക് കിടക്കേണ്ടി വരും, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, മരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിൽ നിന്ന് ഒളിച്ചോടൽ സാധ്യമല്ല. ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് പോലെ തന്നെ നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് അത് നിങ്ങളെ കണ്ടുമുട്ടുമെന്നുള്ളതാണ്, അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. ജാഹിലിയ കവിയായിട്ടുള്ള സുഹൈർ ഇബ്നു അബീ സുൽമ തന്റെ കവിതയിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, ആരെങ്കിലും മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചാൽ, മരണത്തിന്റെ കാരണങ്ങളിൽ നിന്ന് ആരെങ്കിലും ഓടി ഒളിക്കാൻ ശ്രമിച്ചാൽ യനല്ലഹു, ആ മരണം അവനെ കരസ്ഥമാക്കുക തന്നെ ചെയ്യും. അവൻ ആകാശത്തിന്റെ തട്ടുകള് കോണി ഉപയോഗിച്ച് ഓടി ഒളിച്ചാൽ പോലും മരണം അവനെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് ജാഹിലിയ കവി പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ മരണത്തെ നമ്മൾ എത്ര നിസ്സാരമായിട്ട് കാണുന്നത് എന്ന് നമ്മൾ ഓർത്തു നോക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, തൗബ വർദ്ധിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ധാരാളം തിന്മകളുണ്ട്. അത് തൗബ കൊണ്ട് അതിനെ ശുദ്ധീകരിക്കാനുള്ള അവസരം റബ്ബ് തന്നിട്ടുണ്ട്. ഏതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരവസ്ഥയിൽ മാത്രം റബ്ബ് നമ്മളിൽ നിന്ന് തൗബ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അത് മരണം വന്നെത്തുമ്പോഴാണ്. റബ്ബ് തൗബയെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് വലൈസത്തി തൗബ, ഈ പറയുന്ന കാര്യം തൗബയല്ല കേട്ടോ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, അപ്പൊ തൗബ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. വലൈസത്തി തൗബത്തുൽ ലദീന യഅമലൂന സയ്യിആത്ത്, തൗബ എന്ന് പറയുന്നത് തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മനുഷ്യനുള്ളതല്ല. അവൻ എന്താണ് ചെയ്തത്? ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത്, എന്നിട്ട് അവന് മരണം വന്നെത്തിയപ്പോൾ അവൻ പറഞ്ഞു ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാൻ ഇതാ ഇപ്പോ തൗബ ചെയ്തിരിക്കുന്നു റബ്ബേ എന്നവൻ പറയുമെന്നാണ്. വലല്ലദീന യമൂതുന വഹും കുഫാർ, അവൻ കാഫിറായിട്ടല്ലാതെ മരിക്കുകയില്ല എന്ന് റബ്ബ് പറയുന്നുണ്ട്. കാരണം മരണവേളയിൽ റബ്ബ് എങ്ങാനും തൗബ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അത് ഫിർഔന്റെ അടുത്ത് നിന്ന് സ്വീകരിക്കാമായിരുന്നു. ചെങ്കടലിൽ മുങ്ങി മരിക്കുന്ന ഫിറഔൻ അവസാനം പറയുന്നുണ്ട് ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീല വഅന മിനൽ മുസ്ലിമീൻ, ബനു ഇസ്രായേലുകൾ ഏതൊരു റബ്ബിലാണോ വിശ്വസിച്ചിട്ടുള്ളത് ആ റബ്ബിനെ തന്നെ ഞാനും വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് ഫിറഔൻ അവിടുന്ന് വിളിച്ചു പറയുമ്പോൾ റബ്ബ് കൊടുക്കുന്ന മറുപടി എന്താണ്? നിനക്ക് ഇപ്പോഴാണോ സമയം തോന്നിയത്? നിനക്ക് ഇപ്പോഴാണോ വിശ്വസിക്കാൻ തോന്നിയത്? നീ പണ്ട് എന്നെ ധിക്കരിച്ചവനാണ്, ഇത്രയും കാലം നീ എന്നെ ധിക്കരിച്ചവനാണ്. നീ അതിക്രമകാരിയാണ്, നീ കുഴപ്പം ഉണ്ടാക്കുന്നവനാണ്. ഇപ്പോഴാണോ നിനക്ക് തൗബ ചെയ്യാൻ തോന്നിയത്? ഇപ്പോഴാണോ നിനക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തോന്നിയത് എന്ന് ഫിറൗനോട് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളോട് റബ്ബ് അവസാന കാലത്ത് തൗബ സ്വീകരിക്കുക? സഹോദരന്മാരെ, തൗബയെ നമ്മൾ വളരെ സീരിയസ് ആയിക്കൊണ്ട് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി തൗബയെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഒരു ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടിയാണ് വിശ്വാസം എപ്പോഴും തേടേണ്ടത്. നല്ലൊരു അന്ത്യത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ബുഖാരിയിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ അന്ത്യം പരിഗണിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ അവസാനിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വിധി കൽപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഈ ഹദീസ് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി മനസ്സിലാക്കേണ്ട ഹദീസാണ്. കാരണം
നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുന്നവർ തന്നെയാണ്, നമ്മളുടെ ആരും മോശമൊന്നുമല്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്, ഫഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന. നിങ്ങളിൽ ചിലരുണ്ടാകും, അവർ സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഹത്താ ലാ യകൂന ബൈനഹാ വബൈനഹു ഇല്ല ദിറാ. അങ്ങനെ ആ സ്വർഗവും അവരും തമ്മിൽ ഒരു മുഴം മാത്രം നീളം അവസാനിക്കുന്ന ഒരു സമയം വരും. അതായത് അവനും സ്വർഗം കരസ്ഥമാക്കാനുള്ള അവന്റെ ജീവിതത്തില് ഒരു മുഴം മാത്രം ദൂരം അവസാനിക്കുകയുള്ളൂ. ആ സമയത്ത് ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവന്റെ വിധി മാറി മറിയുമെന്നാണ്. ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, അവൻ അങ്ങനെ നരകാവകാശികളുടെ കർമ്മങ്ങൾ പ്രവർത്തിച്ചു പോകുമെന്നാണ് അവസാന കാലയളവിൽ. ഫയദ്ഖുലുന്നാർ, അവൻ അങ്ങനെ നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. സഹോദരന്മാരെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ മാറി മറിയാൻ വളരെ കുറഞ്ഞ സമയം മതി എന്നുള്ളതാണ്. അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി, നല്ല അന്ത്യത്തിന് വേണ്ടി, റബ്ബിന് തൃപ്തിയുള്ള, നമുക്കും തൃപ്തിയുള്ള, റബ്ബ് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തിയണഞ്ഞ എന്റെ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക, തൃപ്തി നേടിയവനും തൃപ്തിയുള്ളവനുമായിക്കൊണ്ട്. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ ഉത്തമരായിട്ടുള്ള ദാസന്മാരിൽ നീ പ്രവേശിച്ചു കൊള്ളുക. ഫദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഒരവസ്ഥക്ക് വേണ്ടി നമ്മൾ എപ്പോഴും റബ്ബിനോട് തേടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവസാനമായിട്ട് ഹദീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന ആഖിറു കലാമുഹു ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ കലിമത്ത് എന്ന് പറയുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അത് കേവലം ഒരു കലിമത്തല്ല. അത് മരണവേളയിൽ ഉച്ചരിക്കാൻ സാധിക്കണമെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഉടനീളം നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഷഹാദത്ത് വലിച്ചുകൊണ്ട് നാം ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ അതിൽ കാണാൻ പാടില്ല. ഇത്തരം ആളുകൾക്ക് മാത്രമേ ഈ കലിമത്ത് ചൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു ഹദീസ് കൂടി പറഞ്ഞു വെക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണ് വിവേകി, ആരാണ് ബുദ്ധിമാൻ എന്ന് റസൂൽ പറയുന്നത്, അൽ കയ്യിസ്, വിവേകി എന്ന് പറയുന്നത്, ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത്, മൻ ദാന നഫ്സഹു, അവൻ സ്വന്തത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ളതിനെ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ വൽ ആജിസ്, വിഡ്ഢി എന്ന് പറയുന്നത്, ദുർബലൻ എന്ന് പറയുന്നത്, മൻ അത്ബഅ നഫ്സഹു ഹവാഹ, അവൻ തന്റെ ഇച്ഛകളെ പിൻപറ്റിയവനാണ്. വതമന്ന അലല്ലാഹിൽ അമാനി. സഹോദരന്മാരെ, നമ്മൾ വളരെ സീരിയസ് ആയിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണിത്. വതമന്ന അലല്ലാഹിൽ അമാനി, എന്നിട്ട് അവന് റബ്ബിന്റെ മുകളില് ഒരു വ്യാമോഹം വെച്ചു പുലർത്തുമെന്നുള്ളതാണ്. ഞാൻ മുസ്ലിം ആണല്ലോ, ഞാൻ 5 നേരം നമസ്കരിക്കുന്നുണ്ടല്ലോ, അപ്പൊ റബ്ബ് എന്നെ സ്വർഗത്തിലാണ് പ്രവേശിക്കുമെന്നുള്ള വ്യാമോഹം വെച്ചു പുലർത്തുന്നവനാണ് വിഡ്ഢി എന്ന് റസൂൽ പറഞ്ഞു വെക്കുന്നുണ്ട്. സഹോദരന്മാരെ, മരണത്തിന് വേണ്ടി ഒരുങ്ങുക. ആ മരണം വന്നെത്തുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി സ്വഹാബാക്കളും താബീങ്ങളും തബഉ താബീങ്ങളും കാണിച്ചു തന്നിട്ടുള്ള പോലെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക, സ്വയം വിചാരണ ചെയ്യുക, തൗബയിൽ മുഴുകുക, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അവസാന കാലത്ത് തെറ്റിലേക്ക് വീണു പോകാതിരിക്കാൻ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലൊരു അന്ത്യം കൈവരിക്കുന്ന സത്യവിശ്വാസികളിൽ, വിശ്വാസിനികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ وأشهد أن لا إله إلا الله ولي الصالحين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. عباد الله، أوصيكم ونفسي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم.
ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിച്ചു മരിക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിഷയത്തിൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഖുതുബയിൽ പറഞ്ഞു വെച്ചതുപോലെ തന്നെ നല്ലൊരു മരണം കൊതിക്കുന്നവരാണ് നമ്മൾ. റബ്ബിനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടാൻ കൊതിക്കുന്നവരാണ് നമ്മൾ. ആ റബ്ബ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അവിടെ ചെന്ന് റസൂലിനെ കെട്ടിപ്പിടിക്കാൻ, സ്വഹാബാക്കളോട് സലാം പറയാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ വീഴ്ച വരുത്തരുത്, തൗബയിൽ നമ്മൾ ഒട്ടും കുറവ് വരുത്തരുത്, റബ്ബിനോടുള്ള തേടലിൽ നമ്മൾ ഒട്ടും മടി കാണിക്കരുത് എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. കഠിനമായിട്ടുള്ള, കണ്ണ് നനയിപ്പിക്കുന്ന, ചോര കലയിപ്പിക്കുന്ന പല ദൃശ്യങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മൾ ദിവസവും മുഴുകുന്നത്. ഗസയിലുള്ള സാഹചര്യം നമുക്കറിയാം. പിഞ്ചു മക്കൾ അവിടെ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുകയാണ്. ബോംബിട്ടുകൊണ്ട് അവരെ ചിഹ്നം ഭിന്നമാക്കുകയാണ്. സ്ത്രീകൾ അവിടെ മാനഹാനി ഏൽക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഡാനിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. സഹോദരന്മാർ, ഇവിടെയൊക്കെ ജീവിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്നത് അവർ കാഴ്ചവെക്കുന്ന ഈമാനും ഇസ്തിഖാമത്തും സബറും എന്ന് പറയുന്നത് അതിനൊരു അംശം പോലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരന്മാരെ. ആ ഒരൊറ്റ ചോദ്യം മതി നമ്മുടെ ജീവിതമൊക്കെ മാറി മറിയാൻ. റബ്ബ് ചോദിക്കുകയാണ്, പരലോകം സൃഷ്ടിച്ച, ഈ ദുനിയാവ് സൃഷ്ടിച്ച, സ്വർഗവും നരകവും സൃഷ്ടിച്ച, നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച റബ്ബ് ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ അങ്ങോട്ട് പ്രവേശിക്കാമെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്ന് റബ്ബ് ചോദിക്കുമ്പോ നമ്മൾ ഇതിലും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു ആയത്ത് വേറെ ഏതാണുള്ളത്? തുടർന്ന് പറയുന്നു, വലമ്മാ യഅലമില്ലാഹുൽ ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടുന്നത്, നിങ്ങളിൽ ആരാണ് സ്വബർ കൈക്കൊള്ളുന്നതെന്ന് റബ്ബ് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാം. ഈ സുഖലോകതയിലൊക്കെ ജീവിച്ചുകൊണ്ട് റബ്ബിനെ മറന്ന് ശുക്ർ ചെയ്യാതെ, സ്വബർ ചെയ്യാതെ, എല്ലാ ആഡംബരങ്ങളിലും മുഴുകി അങ്ങനെ ജീവിച്ച് നാളെ റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തില് പ്രവേശിക്കാമെന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഉള്ള വിചാരമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ചെറുപ്പം മുതലേ ഇത്തരം പീഡനങ്ങൾ അനുഭവിച്ച് മാതാപിതാക്കളൊക്കെ മരിച്ചു പോകുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ആളുടെ ഈമാൻ ഉണ്ടല്ലോ, അവര് പോകുന്ന സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. സഹോദരന്മാരെ, നമ്മൾ മരണത്തെ സൂക്ഷിക്കുക, പരലോകത്തിന് വേണ്ടി കരുതുക, ഈ ദുനിയാവിലെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക. റബ്ബ് നമ്മളെ അവരുടെ കൂടെ തന്നെ പ്രവാചകന്മാരുടെയും സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങള് ഫലസ്തീനിലും സുഡാനിലും കോങ്ങോയിലും അതുപോലെ തന്നെ മ്യാൻമറിലും ഒക്കെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, അവർക്ക് നീ സൗഖ്യം നൽകണമേ, അവിടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ, അവിടെ വിശപ്പ് നീ മാറ്റി കൊടുക്കണമേ, അവർക്ക് നല്ലൊരു പ്രഭാതത്തെ കാണാനുള്ള അവസരം നീ നൽകി അനുഗ്രഹിക്കണമേ. റബ്ബേ, മസ്ജിദുൽ അഖ്സയെ നീ മോചിപ്പിക്കണമേ, ഇസ്ലാമിൽ നീ ലോകത്തിനുമേ വിജയം നൽകണമേ. ربنا انصرنا إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في غزة، اللهم دمر أعداءنا أعداءك أعداء الدين، اللهم شتت شملهم وفرق جمعهم ومزقهم كل ممزق يا رب العالمين. اللهم إنهم طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربنا صوت عذابك، اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين. ربنا توفنا مسلمين والحقنا بالصالحين، توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم.